ഹായ്, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഇത് 40 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 1 കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇംഗ്ലീഷിലെ ടോപ്പിക്ക് നമ്മൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വാചകത്തിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്താതെ താരതമ്യം ചെയ്യുന്നതിനായി വിശേഷണ പദങ്ങളിൽ അഡ്ജക്റ്റീവ് ഒരു ആഡ്വർബ് ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നു. ഇങ്ങനെ വരുത്തുന്ന മാറ്റത്തിനാണ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇവിടെ 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ഈ 3 ഡിഗ്രികളൊന്ന് അറിഞ്ഞു വെക്കാം. ഫസ്റ്റ് പോസിറ്റീവ് ഡിഗ്രി. നാമവിശേഷണത്തിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണിത്. സാധാരണ ഗുണത്തെ കാണിക്കുവാനാണ് ഇവ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താതെ ഒന്നിൻ്റെ ഗുണത്തെ മാത്രം പറയുന്നതാണ് ഈ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലവർ ബോയ്, ബുദ്ധിയുള്ള കുട്ടി. ബ്ലാക്ക് ക്രോ, കറുത്ത കാക്ക. ഇവിടെ നാമവിശേഷണത്തിന് താരതമ്യപ്പെടുത്താതെ വിശേഷണം നടത്തുന്നതിനെയാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. പോസിറ്റീവ് ഡിഗ്രി എന്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതായി ഗുഡ് പെൻസിൽ, നല്ല പേന. ബ്യൂട്ടിഫുൾ ലേഡി, സുന്ദരിയായ യുവതി. ഇവിടെ ക്ലവർ, ഗുഡ്, ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താതെയുള്ള വിശേഷണങ്ങളെ നാമവിശേഷണങ്ങളായതിനാൽ ഇവയെല്ലാം നമുക്ക് പോസിറ്റീവ് ഡിഗ്രി ആണെന്ന് പറയാം. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഗുണത്തെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന നാമവിശേഷണങ്ങളാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പയർ ചെയ്യുക, അല്ലേ? 2ൽ കൂടുതൽ വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ താരതമ്യം നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആവുകയില്ല. ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവിന് ശേഷം ദാൻ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ, ഇവിടെ ഓർക്കുക, ദാൻ എന്നുള്ള വാക്ക് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ചേർക്കുന്ന എന്ന് ഓർക്കുക. ശരണ്യ ഈസ് ടാളർ ദാൻ സൗമ്യ. ശരണ്യയ്ക്ക് സൗമ്യയേക്കാൾ പൊക്കമുണ്ട്. എ റാബിറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ എ ടോർട്ടോറീസ്. മുയലിന് ആമയേക്കാൾ വേഗമുണ്ട്. അപ്പോൾ ഇവിടെ ദാൻ ചേർക്കുവാണ്. എവിടെയാണ് ദാൻ ചേർക്കുന്നത്? അഡ്ജക്റ്റീവിന് ശേഷമാണ് നമ്മളിവിടെ ദാൻ ചേർക്കുന്നത്. അടുത്ത സൂപ്പർലേറ്റീവ് ഡിഗ്രി. 2ലധികം ജീവികളെയോ വസ്തുക്കളെയോ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടിയതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവിന് മുൻപിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്നു. അപ്പോൾ ദ ഉപയോഗിക്കുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവിന് മുൻപിലാണ് നമ്മൾ ദ ചേർക്കുന്നത്. ഹി ഈസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഹി ഈസ് ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അവൻ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ കുട്ടിയാണ്. ഇവിടെ ദ നമ്മൾ ചേർക്കുവാണ്. അപ്പോൾ ഇത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. That was the most interesting picture I have seen. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും രസകരമായ ചിത്രം അതായിരുന്നു. ഇവിടെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പിക്ചർ എന്താണ്? ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പിക്ചറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാം. പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും വരുമ്പോൾ, ഇപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്മോൾ, ക്ലവർ, യങ്, ഹാപ്പി അങ്ങനെയുള്ള സിമ്പിൾ വേർഡ്സ് വെച്ച് നമ്മളിതിനെ, അതായത് നാമത്തെ വിശേഷിപ്പിക്കുകയാണ്, അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോസിറ്റീവ് ഡിഗ്രിക്കൊപ്പം ഈ 6 ചേർത്ത് വരുന്നത് അത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സ്മോളർ ദാൻ, ക്ലവർ ദാൻ അങ്ങനെയുള്ളത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ EST ചേർത്ത് വരിക ആ വിശേഷണത്തിനോടൊപ്പം. സ്മോളസ്റ്റ്, ഗ്രേറ്റസ്റ്റ് അങ്ങനെയൊക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷേക്സ്പിയർ ഈസ് ദ ഡാഷ് ഡ്രാമാർട്ടിസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. ഷേക്സ്പിയർ ഈസ് ദ ഡാഷ് ഡ്രാമാർട്ടിസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്, മോർ ഗ്രേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ നോക്കുക, ഈ ധ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ധ വരുന്നത് എപ്പോഴാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ധ വരുന്നു. അതോടൊപ്പം അഡ്ജക്റ്റീവ് ആഡ്വർബിനൊപ്പം ST, EST, IEST എന്നിവ ചേർക്കുമ്പോഴാണ് നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻ C ആണ്. ഇവിടെ C ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന വേർഡ് എന്ന് പറയുന്നത്. ഹി ഈസ് ദ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. അതായത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എല്ലായ്പ്പോഴും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, മറക്കാതെ ഓർത്ത് വെക്കുക. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കാനായിട്ട്
ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ നമ്മൾ ഗ്രേറ്റസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ഓഫ് ദ ടു ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഈസ് റോങ്? ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഈസ് ദ ബെസ്റ്റ്. ഇത് LD ക്ലർക്ക് 2017 ചോദിച്ചതാണ്. ഇവിടെ ആൻസർ എന്താ വരുന്നത്? ദ ബെസ്റ്റ് ആണ് വരുന്നത്. അതായത് ഡി പാർട്ട്. എ പാർട്ട് എന്താണ്? ഓഫ് ദ ടു പെൻസ്. ദ റെഡ് ആണ് ബി പാർട്ട്. വൺ ഈസ് അത് സി പാർട്ടാവും. ദ ബെസ്റ്റ് അതാണ് ഡി പാർട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓഫ് ദ ടു ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ ഓഫ് ദ ടു പെൻ ദ റെഡ് വൺ ഈസ് ദ ബെറ്റർ എന്നതാണ് ശരിയായ പ്രയോഗം. ഓക്കെ, ഇവിടെ നോക്കുക. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ എന്താണ് ചേർക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ER ചേർത്ത് വരുന്നത്. നിങ്ങളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഒരേ കുടുംബത്തിൽ ജനിച്ച രണ്ട് സഹോദരങ്ങളെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എൽഡർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ശരണ്യ ഈസ് മൈ ഡാഷ് സിസ്റ്റർ, നമ്മൾ എൽഡർ സിസ്റ്റർ എന്ന് പറയുവാണ്. ശരണ്യ ഈസ് മൈ എൽഡർ സിസ്റ്റർ. എൽഡറിനൊപ്പം ദാനിന് പകരം ടു ആണ് ശരിയായ പ്രയോഗം. എൽഡറിനോടൊപ്പം നമ്മൾ ടു മാത്രമാണ് ചേർക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. കവിത ഈസ് എൽഡർ ഡാഷ് സുമിത. ഇവിടെ ടു ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓഫ് ദ ടു ചേർന്ന് വരുന്ന വാക്യത്തിൽ ദ പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. ദിസ് ഈസ് ഡാഷ് ഓഫ് ദ ടു ബിൽഡിങ്സ്. ദിസ് ഈസ് ഡാഷ് ഓഫ് ദ ടു ബിൽഡിങ്സ്. ഓൾഡർ, ദ ഓൾഡർ, ഓൾഡസ്റ്റ്, ദ ഓൾഡസ്റ്റ്. ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ദ ഓൾഡർ ആണ് വരുന്നത്. അടുത്ത മോഡൽ നോക്കാവേ. ഏറ്റവും അടുത്ത ദൂരത്തെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കാൻ നിയറസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ദ ഡാഷ് പോസ്റ്റ് ഓഫീസ് ടു മൈ ഹൗസ്. ദിസ് ഈസ് ദ ഡാഷ് പോസ്റ്റ് ഓഫീസ് ടു മൈ ഹൗസ്. ഇവിടെ നിയറസ്റ്റ് അല്ലേ? ഓപ്ഷൻ B ആണ് വരുന്നത്, നിയറസ്റ്റ്. റാദർ നെഗറ്റീവ് സെൻസിലുള്ള വാക്യങ്ങളോടൊപ്പം കമ്പാരറ്റീവ് ഡിഗ്രിയിലും ഉപയോഗിക്കുന്നു. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ദ മൂവി വാസ് ഡാഷ് ബോറിംഗ്. ഇവിടെ എന്താ വരുന്നത്? റാദർ ബോറിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അല്ലേ? ദ പേഷ്യൻ്റ് ഈസ് റാദർ ബെറ്റർ ടുഡേ. ദ പേഷ്യൻ്റ് ഈസ് റാദർ ബെറ്റർ ടുഡേ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നമുക്കിനി GK പോർഷൻ നമ്മൾ പറഞ്ഞേക്കുന്നത് തിരുവിതാംകൂർ രാജഭരണത്തെ പറ്റിയാണ്. മാർത്താണ്ഡവർമ്മ ടു ചിത്തിര തിരുനാൾ അവരുടെ രാജഭരണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർത്താണ്ഡവർമ്മയുടെ രാജഭരണത്തിനാണ്. അപ്പോൾ അതിൽ കുളച്ചൽ യുദ്ധത്തെ പറ്റിയും തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്, അങ്ങനെ കുറച്ച് പോയിൻറ്റ്സുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം. മാക്സിമം നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അതിൽ പതിവ് കണക്ക്, അത് മുൻവർഷ ചോദ്യമാണ്. പതിവ് കണക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആരുടെ രാജഭരണത്തിൽ ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രി ആരാണ്, വട്ടക്കോട്ട പണി കഴിപ്പിച്ചത്, ആ ഒരു പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു ഫുള്ളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാർത്താണ്ഡവർമ്മ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ പോയിൻറ്റ്സ് നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. പിന്നെ വരുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് റാണി ഗൗരി പാർവതി ഭായിയാണ്. റാണി ഗൗരി പാർവതി ഭായിക്ക് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുകയാണ്. അവിടെ നമ്മൾ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? വിദ്യാഭ്യാസം ഗവൺമെൻറ് ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ചത്. അതായത് പിന്നെ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടം സ്ഥാപിച്ചത് ആരാണ്? കേരള ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈ ഒരു തിരുവിതാംകൂർ രാജഭരണം എന്ന് പറയുന്നത്. കാരണം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. അതുപോലെ സ്വാതി തിരുനാളിനെ പറ്റി കുതിരമാളിക, രാഗവിലാസം എന്നീ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. പിന്നെ എരേമ്യൻ തമ്പിയാണ് അദ്ദേഹത്തിന് ഓമനത്തിങ്ങൾക്കിടാവൂ എന്ന ഗാനം രചിച്ചത്. പിന്നെ സ്വാതി തിരുനാളിലെ പ്രധാന കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഈ തിരുവിതാംകൂർ രാജഭരണത്തിൽ
റാണി സേതു ലക്ഷ്മി ഭായിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം PSC കൂടുതലും ക്വസ്റ്റ്യൻസ് ഈ റാണി ലക്ഷ്മി ഭായിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, റാണി സേതു ലക്ഷ്മി ഭായിയുമായിട്ട്. അപ്പോൾ നമ്മളത് തേർഡ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. ഈ മരുമക്കത്തായമൊക്കെ മാറ്റി നമ്മൾ മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി, ശുചീന്ദ്രം സത്യാഗ്രഹം, ഇതൊക്കെ ഈ റാണി ലക്ഷ്മി ഭായിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്കാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ആ ഒരു ഏരിയയിൽ നിന്നും. അതായത് ഈ വധശിക്ഷ നിർത്തലാക്കിയത് ആരാണ്? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അതുപോലെ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആ വർഷവും എല്ലാം ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത്, പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. നമുക്കിനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം എന്നാണ്? 1812. അടുത്ത ചോദ്യം നോക്കാം. ഭക്തി മഞ്ജരി എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ്? ആൻസർ സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യം. മരിച്ചിനി കൃഷി ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? ആൻസർ വിശാഖം തിരുനാളാണ്. അടുത്ത ചോദ്യം. മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ സേതു ലക്ഷ്മി ഭായി. Day 2 റിവിഷനും എക്സാമും ചെയ്തു നോക്കണേ.